ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ പെരുന്നാളിന് ഉണ്ടാക്കിയൊരു സ്പെഷ്യൽ പുഡിംഗ് ആയിട്ടാണ് കേട്ടോ. അത് ഞാൻ ഉണ്ടാക്കിയത് ബീറ്റ്റൂട്ട് വെച്ചിട്ടാണ്. കണ്ണാടി ചില്ല് പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പാലോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണ്. ഇത് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിന് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ വലിയ പെരുന്നാൾക്ക് ഞാൻ ഫ്രൂട്ട്സ് ഇല്ലാതെ പച്ചക്കറി വെച്ചിട്ടൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയിരുന്നത്. കണ്ടാൽ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആണ് കേട്ടോ. ഇതൊന്ന് പൊതിർത്തണം. ഇങ്ങനെ ചൂടുവെള്ളം പറഞ്ഞിട്ട് കുറച്ച് പൊതിർത്തി വെക്കാം. അപ്പോൾ ചൈന ഗ്രാസ് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് പൊതിർത്താൻ വെച്ചു. അല്ലെങ്കിൽ ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുത്താലും മതി. അങ്ങനെ ചെയ്താലും മതി. എന്നിട്ട് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കണ അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് 2 ബീറ്റ്റൂട്ടാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തൊലി ചെത്തി കഴുകി എടുത്തതാണിത്. ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണ ആ ഒരു ഇതിലാണ് അരച്ചെടുക്കണത് കേട്ടോ. പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ നീര് മാത്രം മതി. അപ്പോൾ വെള്ളം ഒഴിച്ചാൽ ഒരുപാട് വെള്ളമാവില്ലേ. അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാതെ അരച്ചെടുത്തത്. എന്നിട്ട് അതിൻ്റെ നീര് മാത്രം എടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടുപ്പിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുഡിംഗ് ഉണ്ടാക്കണ ഒരു പാത്രത്തിലേക്ക് പിന്നെ ഇതിലേക്കൊരു 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാൻ 1.5 കപ്പാണ് ഇട്ടത് മധുരത്തിന് വേണ്ടിയിട്ട്. ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച ചൈന ഗ്രാസ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഇതൊന്ന് തിളക്കണത് വരെ ഒന്ന് ഇളക്കി ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് ചൂടുകൊണ്ട് അതിൻ്റെ ഒരു പുക കൊണ്ട് കാണുന്നില്ല. അപ്പം നമ്മളെ പുഡിങ് അവിടെ റെഡിയായി. ഒരു പുഡിങ്ങിൻ്റെ ഒരു പാത്രം ഞാനൊരു പൊട്ടണ പാത്രത്തിലേക്കാണ് ഒഴിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അതിലേക്കൊന്ന് പാർന്നിട്ടൊന്ന് ചൂടാറാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാനൊരല്പം ഇതിൻ്റെ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ഒരു കുത്തൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒഴിച്ച് കൊടുക്കുന്നത്. നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അതിലിട്ടിട്ടൊന്നിങ്ങനെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ 2 പാത്രത്തിലാക്കിയിട്ടാണ് വെച്ചത്. പെരുന്നാളല്ലേ അപ്പം 2 പാത്രത്തിലാക്കി വെച്ചു. അപ്പോൾ അതാ നല്ല ഗ്ലാസ് പോലെ തിളങ്ങണുണ്ട്. അപ്പോൾ നമ്മൾ പുഡിങ് ഇവിടെ ഒരു 2 മണിക്കൂർ വെച്ചപ്പോൾ തന്നെ തണുത്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. 2 പാത്രത്തിലുള്ളതും നമ്മൾ കൈ വെച്ചിട്ടൊന്നും താന്നു പോകണില്ല. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പാലൊഴിച്ച് ഉണ്ടാക്കണമെങ്കിൽ പാലൊഴിച്ച് ഉണ്ടാക്കാം. ഞാനിങ്ങനെ പാലൊഴിക്കാതെ ഇങ്ങനെ ആണ് ഉണ്ടാക്കിയത്. പാലൊഴിച്ച് ഉണ്ടാക്കണവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് അതാ നല്ല കണ്ണാടി ചില്ല് പോലെ ആയിക്കണ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഇങ്ങനെ ബീറ്റ്റൂട്ട് വെച്ചിട്ട്. പിന്നെ മക്കൾക്ക് കൊടുത്തപ്പോൾ മക്കൾ പറഞ്ഞു ടേസ്റ്റ് ഉണ്ട്, ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു സ്മെല്ലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ബീറ്റ്റൂട്ട് ഇതാരേലും ഉണ്ടാക്കിക്കണമെന്നറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് പെരുന്നാൾ സ്പെഷ്യലാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.